കൂട്ടുകാരെ, വെൽക്കം ബാക്ക്. ഈ കളി നിങ്ങളെല്ലാവരും സ്കൂളിൽ കളിച്ചിട്ടുണ്ടാവും. ഞാൻ കുറേ കളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത്. അപ്പോൾ ഞാൻ പറയുന്നത് XOXനെ കുറിച്ചാണ്. 3 ഇറേസർ 3 ഷാർപ്നറെല്ലാം വെച്ചിട്ട് നമ്മൾ കളിച്ചുകൊണ്ടായില്ലേ, ആ ഒരു കളി. അതിന് കുറച്ചും കൂടി നമുക്ക് ഒരു അഡ്വാൻസ് ലെവലിൽ ആക്കി നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിവിടെ airdry clays ആണ് എടുത്തിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായ ഒരു airdry ക്ലേൻ്റെ ഒരു 3/4 ഭാഗം ഉണ്ടായിരുന്നു. അത് മതിയായിരുന്നു എനിക്ക്. അത് ഫുള്ള് ഞാൻ എടുത്തിട്ട് അതിൽ തന്നെ എനിക്ക് ഫുള്ളായിട്ടുണ്ട്. അതിനെടുത്തിട്ട് ഞാൻ കുറച്ച് ടാൽക്കം പൗഡർ ഇട്ടിട്ട് പരത്തുന്നുണ്ട്. അത് പരത്തുമ്പോൾ നല്ല സ്മൂത്ത്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു ഡിസയർ തിക്നെസ്സിൽ ഇവിടെ പരത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ബത്തക്കയുടെ ഷേപ്പിൽ ആണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തണ്ണിമത്തൻ വാട്ടർമെലൻ്റെ തീമാണ്. സോ ഒരു ട്രയാങ്കുലർ രീതിയിലെടുത്തിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ളതിൽ ഞാനിങ്ങനെ ഓരോരോ സൈഡ് നമ്മൾക്ക് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് ആ ഒരു തിക്നെസ്സിൽ അങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അവിടെ തന്നെ ഫിക്സായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അത് സ്ക്രാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെല്ലാം ആ ഒരു സൈഡെല്ലാം ഒന്ന് എഡ്ജസ് എല്ലാം ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒരു തിക്നെസ്സും ഹൈറ്റും എല്ലാം കിട്ടുമല്ലോ. അതുകൊണ്ട് ഇതിൻ്റെ ആയിട്ട് തന്നെയാണ് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുള്ളത്. ദെൻ അതിനൊന്ന് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ സ്പോഞ്ചിൽ കുറച്ച് വാട്ടർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൈ കൊണ്ടും എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ ഇതിൻ്റെ ഗ്രിഡ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു റോള് ഞാനിവിടെ നമ്മൾ ചപ്പാത്തീൻ്റെ ചെയ്യുന്ന ആ ഒരു രീതിക്കൊന്ന് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ഡിസയർ തിക്നെസ്സിൽ. എന്നിട്ട് അതിൻ്റെ ഗ്രിഡ്സൊക്കെ ഞാൻ റാൻഡമായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതിയല്ലോ. ദെൻ ആ ഒരു കറക്റ്റായിട്ട് നിങ്ങൾ എത്ര വേണം അത്ര നിങ്ങൾ ആ ഗ്രിഡ്സ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 ഫുള്ളും പിന്നെ ബാക്കിയെല്ലാം കട്ട് ചെയ്തിട്ട് ബാക്കി ഗ്രിഡ്സൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ. ദെൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ഒന്ന് സ്മൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോഞ്ചിൽ വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. അത് ആ ഒരു ഇതിൽ നല്ല സ്മൂത്തായിട്ട് എല്ലാം ബ്ലെൻഡായിട്ട് നിൽക്കും. അപ്പോൾ കാണാൻ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. നെക്സ്റ്റ് ഇതിൽ കളിക്കാനുള്ള കരുകളാണ്. അത് ബത്തക്ക വാട്ടർമെലൺ ആയതുകൊണ്ട് അതിൻ്റെ കുരുവാണ് ഇതിൻ്റെ കരുവായിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു റെയിൻ ഡ്രോപ്പ് അല്ലെങ്കിൽ കുരുവിൻ്റെ ആ ഒരു ഷേപ്പിൽ ഒരു 6 പീസസ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ കുരുകൾ കുരു ഇത് 6 പീസസാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഇനി ഓവർനൈറ്റ് ഡ്രൈ ചെയ്യാൻ വെക്കുന്നുണ്ട്. ഡ്രൈ ചെയ്തിട്ടായിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ ജെസ്സോ അല്ലെങ്കിൽ പ്രൈമർ, വൈറ്റ് ആക്രിലിക് ആണെങ്കിൽ അതും മതി, അതൊന്നും ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓവറോൾ. സോ ഇത് നമ്മൾ ഫുള്ള് ഡ്രൈ ആയിട്ടുള്ളതാണ്. ഇനി നമുക്കിതിനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ തീം എന്താണ്? വാട്ടർമെലൺ. സോ അതിൻ്റെ കളേഴ്സാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഡാർക്ക് ടു ലൈറ്റിലേക്ക് ആ ഒരു ഷെയ്ഡിലേക്കാണ് ഞാൻ ഗ്രീനിന്ന് പോകുന്നുള്ളത്. ഡാർക്കസ്റ്റാണ് ഇവിടെ കൊടുക്കുന്നുള്ളത്. ദെൻ കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡ് അതിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട്. അടിയിലായിട്ട് കുറച്ചും കൂടി ഡാർക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഇതെല്ലാം ഈ കളേഴ്സ് ചെയ്യുമ്പോൾ ഫുള്ളൊന്ന് ബ്ലെൻഡായിട്ട് കൊടുക്കണം. പിന്നെ എല്ലാ എഡ്ജസും കളർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സോ നമ്മൾ ഗ്രീൻ പോർഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ ഫ്രൂട്ടിൻ്റെ ബത്തമെലോൺ എന്നെല്ലാം പറയുന്നത്, ബത്തക്ക, അതായത് വാട്ടർമെലൻ്റെ റെഡ് പോർഷനാണ് ചെയ്യുന്നുള്ളത്. ആദ്യം അതിന് താഴെയായിട്ട് കുറച്ചും കൂടി ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഒരു പീച്ച് കളറാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ദെൻ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ഡാർക്കർ ചെയ്തിട്ട് അങ്ങനെ റെഡിലേക്ക് പോകുന്ന പോലെയാണ് ഞാനിവിടെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങളും അങ്ങനെ നിങ്ങളൊരു രീതിക്ക് നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഒരു പേസ്റ്റൽ തീമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലൈറ്റ് ചെയ്യുന്ന സമയത്ത് ലൈറ്ററായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് ഞാനൊരു
പേസ്റ്റൽ തീമിലുള്ള കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് റെഡ് തന്നെ, വേറെ കളേഴ്സ് ഇല്ലെങ്കിൽ റെഡ് തന്നെ യൂസ് ചെയ്യാമെന്നാണ്, ഒരു പ്രശ്നമില്ല. ഇനി ബാക്കിയുള്ള പോർഷൻസ് എല്ലാം ഞാൻ ഫുള്ള് റെഡിൽ തന്നെ നല്ല ബ്രൈറ്റ് റെഡ് ആയതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്. ആ ഒരു നല്ലൊരു കളറാണ് ഇത്, ബ്രൈറ്റ് റെഡ്. സോ അത് താഴേക്ക് വരുമ്പോൾ നമ്മൾ ബാക്കി ചെയ്തിട്ടുള്ള പീച്ച് കളറിൽ ഇതും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അത് ആ ഒരു ഫ്രൂട്ട് തന്നെ പോലെ തോന്നിക്കണം. ഇതിപ്പോൾ 2 ടൈപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് തോന്നിയത് എന്ത് കളറാണ്, പക്ഷെ അതൊന്ന് ബ്ലെൻഡായിട്ട് വന്നാൽ നല്ല രസമായിട്ടുണ്ടാവും. സോ ഞാൻ ആ റെഡ് ഫുള്ളൊന്ന് ഓൾ ഓവർ ടോപ്പ് പോർഷൻസ് ഫുള്ള് സൈഡും അതിൻ്റെ എല്ലായിടത്തും ഞാൻ റെഡ് ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ അതൊന്ന് ബ്ലെൻഡാക്കി കൊടുക്കുന്നുണ്ട്. സോ ഓവറോൾ നമ്മളെ കളറിങ് പോർഷൻസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കതിൻ്റെ കുരുകൾക്ക് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്യാം. നമുക്കിവിടെ ടോട്ടൽ 6 കരുകളാണുള്ളത്. അതിൽ 3 ഒരു കളറും 3 വേറൊരു കളർ. ഞാനിവിടെ ബ്ലാക്കാണ് ഒന്നിലും, പിന്നെ ഒരു വൈറ്റ് കുരുവിൻ്റെ പോലെ, വൈറ്റ് അല്ല, ഒരു വേറൊരു, ഈ കളറിന് എന്താ പറയുന്നത്, സ്കിൻ കളറോ മാൻ കളർ എന്നല്ല നമ്മൾ മുമ്പ് പറഞ്ഞുകൊണ്ടായിട്ടേ, ആ ഒരു കളർ. വേറെ എന്തോ ഒരു പേരാണ്. സോ പിന്നെ അതിന് കുരുവിലുള്ള മറ്റേ ഡിസൈൻസ് എല്ലാം ഞാനിവിടെ മെല്ലെ ഒരു ലൈറ്റ് ബ്രൗൺ കളറിൽ ഞാനതിൽ കൊടുത്തിട്ടുണ്ട്. റാൻഡമായിട്ട് ഇങ്ങനെ വരച്ചാൽ മതി. അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ ഒറിജിനൽ കുരു പോലെ ഉണ്ടാവും. ഓക്കെ, അത് 3 ഇത് 3. ദെൻ ഇത് ഫുള്ള് ഞാനൊന്ന് മോഡ് പോഡ്ജ് ചെയ്തിട്ടുണ്ട്. മോഡ് പോഡ്ജ് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ റെസിനും കൂടി ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. റെസിൻ അപ്ലൈ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ അതൊരു സെറാമിക് ലുക്ക് കിട്ടും, അത് നല്ല സ്മൂത്ത് ഫിനിഷ്. ഇതാണ് നമ്മളെ ഫൈനൽ ഔട്ട്പുട്ട്. സോ ഇത് കളിക്കാൻ എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് 2 ആൾ ഓരോരോ കളേഴ്സ് എടുത്തിട്ട് ഒപ്പോണൻസ് ആയിട്ടാണ് കളിക്കേണ്ടത്. 1 by 1 ഓരോരോ കരു വെക്കുക. നമുക്ക് നീക്കാനും പറ്റും, ഹൊറിസോണ്ടലും ഇങ്ങനെയെല്ലാം. ആരാണ് ഒരു ലൈൻ ഫുള്ളായിട്ട് വരുന്നത് അവരാണ് വിന്നർ. സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇങ്ങനത്തെ നല്ല നല്ല ക്യൂട്ട് സാധനങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇനിയും ഇങ്ങനത്തെ ഐറ്റംസ് കാണാനും എല്ലാം ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ഡു വാച്ച് മൈ വീഡിയോസ്, ലൈക്ക്, ഷെയർ ടു യുവർ ക്രാഫ്റ്റി ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ക്വയറീസോ ഉണ്ടെങ്കിലും ടു കമൻറ്റ്, ഫീൽ ഫ്രീ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.